ഇന്ന് നമുക്ക് ഗോസ്റ്റ് സ്റ്റോറീസ് എന്ന സീരീസിലെ ഒരു കഥ നോക്കിയാലോ. കുട്ടിയായിരുന്ന സമയത്ത് കാക്കയുടെ 2 മുട്ട പൊട്ടിച്ച പെൺകുട്ടി. അതോടുകൂടി കാക്കയുടെ ശാപത്തിന് അവൾ ഇരയായി മാറി. എന്നാൽ വലുതായ സമയത്ത് അവൾ മനുഷ്യരൂപത്തിലുള്ള കാക്കയായി മാറുന്നു. അതും അവൾ ഗർഭിണിയായിരിക്കവേ. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സീരീസിന്റെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ പ്രസവ മുറിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാളിനെയാണ് കാണിക്കുന്നത്. അയാളുടെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു. ആ ഒരു വാർത്ത കേട്ട് അയാൾക്ക് ഒരുപാട് സന്തോഷമായി. ഉടനെ തന്നെ തന്റെ കൈവശമുള്ള ക്യാമറയും കൊണ്ട് അകത്ത് പോയി ഭാര്യയുടെയും കുഞ്ഞിന്റെയും ഫോട്ടോയും എടുത്ത് സന്തോഷത്തോടു കൂടി തിരികെ ഇറങ്ങി വരുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു നഴ്സും ഡോക്ടർമാരും ഒക്കെ വെപ്രാളപ്പെട്ട് ആ പ്രസവ മുറിയിലേക്ക് കയറിപ്പോകുന്നത് അയാൾ കാണുന്നതും. പെട്ടെന്ന് തന്നെ എടുത്ത ഫോട്ടോ എവിടെ വെച്ചിട്ട് അയാളും പിന്നാലെ പോകുന്നു. നമ്മളെ ആ ഫോട്ടോ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോയില് അയാളുടെ സുന്ദരിയായ ഭാര്യയും കുഞ്ഞുമാണ് ഇരിക്കുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നതോ നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ട സ്ത്രീയില്ലേ, അവരുടെ പേരാണ് നേഹ. അവരെയാണ് കാണിക്കുന്നത്. നേഹയാണെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് പാലൊക്കെ ചൂടാക്കി എടുത്തുകൊണ്ട് പോകുന്നു. അതൊരു ആൺകുഞ്ഞിന് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നതും. ആ കുഞ്ഞിന്റെ പേരാണ് അൻഷ്. അൻഷാണെങ്കിൽ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനടുത്തേക്ക് എത്തിയ നേഹ, ആ മതി മതി, TV കണ്ടതൊക്കെ മതി, ദേ ഈ പാലെടുത്ത് കുടിച്ചേ, ഇനി സ്റ്റോറി ടൈം ആണെന്ന് പറഞ്ഞ് അൻഷിനെയും കൂട്ടിക്കൊണ്ടുപോയി അവൻ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നേഹയാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ഒരു കോണിപ്പടി കയറി മച്ചിന് മുകളിലേക്ക് വരുന്നു. എന്നിട്ട് എന്തോ ബേർഡ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന തീറ്റയുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്ന് അവിടെ ഇട്ടിട്ട് എന്തിനെയോ വിളിക്കുന്നുണ്ട്. അതെന്ത് പക്ഷിയാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല, പക്ഷേ ശബ്ദമൊക്കെ കേട്ടിട്ട് കാക്കയാണെന്നാ തോന്നുന്നത്. അതെല്ലാം കഴിഞ്ഞ് അവൾ താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അത് പോസിറ്റീവായിരുന്നു. അതേ സമയമായിരുന്നു നേഹയുടെ ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് അവിടേക്ക് വന്നതും. നേഹയാണെങ്കിൽ തന്റെ ഹസ്ബൻഡിനെ സന്തോഷത്തോടു കൂടി അകത്തേക്ക് സ്വീകരിക്കും. ഹസ്ബൻഡിന്റെ കോട്ടയ്ക്ക് വാങ്ങി അവൾ അകത്തേക്ക് പോകുന്നു. എന്നാൽ അവളുടെ പിന്നാലെ വന്ന അവളുടെ ഹസ്ബൻഡ് ആണെങ്കിലോ അവളെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുവാനായും തുടങ്ങും. എന്നാൽ അത് അൻഷ് കണ്ടുകൊണ്ടുവരും. അൻഷിനത് കണ്ട് വല്ലാതെ ദേഷ്യം വരുന്നു. അവന്റെ കയ്യിലിരുന്ന കളിപ്പാട്ടമെടുത്ത് ദേഷ്യത്തിൽ തറയിലെറിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകും. ആ ഒരു കാഴ്ച നേഹയുടെ ഹസ്ബൻഡ് കാണും. ഹസ്ബൻഡ് ആണെങ്കിലോ പെട്ടെന്ന് തന്നെ ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല, ആ ഒരു ഭാവത്തിൽ അകത്തേക്ക് കയറിപ്പോകുന്നു. അത് കാണുമ്പോൾ നേഹയ്ക്കും വല്ലാത്ത സങ്കടം. അപ്പോഴേക്കും അൻഷിന്റെ അച്ഛൻ അവിടേക്ക് എത്തിയിരുന്നു. അൻഷിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ അത് നേഹയുടെ കുഞ്ഞല്ല, നേഹയുടെ സഹോദരിയുടെ കുഞ്ഞാണ്. സഹോദരി മരണപ്പെട്ടു പോയി. സഹോദരിയുടെ മരണത്തിൽ പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നേഹയായിരുന്നു. ദേ ഇപ്പോൾ അൻഷിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് അവന്റെ അച്ഛൻ എത്തിയിരിക്കുകയാണ്. അവൻ ഒരുപാട് കുരുത്തക്കേടാണെന്നറിയാം. അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അൻഷിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായി ഇറങ്ങും. അൻഷിന്റെ പ്രവർത്തികളൊന്നും നേഹയുടെ ഹസ്ബൻഡിന് ഇഷ്ടമാകുന്നതേ ഇല്ലല്ലോ. നേഹയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തോടെയാണ് നടന്നു പോകുന്നതും. അതെല്ലാം അൻഷിന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അൻഷിനെയും കൊണ്ട് അയാൾ വീട്ടിലേക്ക് വരുന്നു. അൻഷിനെ ഉറങ്ങുവാനായി കിടത്തുന്ന സമയത്ത് അൻഷ് ഒരു കാര്യം അച്ഛനോട് ചോദിക്കും. അച്ഛാ, അവർക്കിനി കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം അവർക്ക് കുറഞ്ഞു പോകുമോ? അത് കേട്ട് അൻഷിനോട് അച്ഛൻ പറയുന്നത്, ഏയ് എങ്ങനെ കുറയാനാ, നിന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അൻഷിനോട് അച്ഛൻ പറയുന്നു. അത് കേട്ട് അവൻ ഒരുപാട് സന്തോഷമായി. ആ സന്തോഷത്തിലാണ് അന്ന് അവൻ ഉറങ്ങുവാനായി കിടന്നതും. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് നേഹ ഇപ്പോൾ പ്രഗ്നന്റ് ആണല്ലോ. ഒരിക്കൽ അൻഷ് സ്കൂളിൽ പോയിട്ട് വരികയായിരുന്നു. അൻഷിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് നേഹയും. അൻഷ് വന്നുടനെ പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നു, നമുക്ക് പോയി കിടന്നുറങ്ങാമെന്ന്. എന്നാൽ നേഹ പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എൻ്റെ വയറ്റില് കുഞ്ഞു കിടക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നില്ല എന്നുള്ള കാര്യം അവൾ പറയും. അത് കേട്ട് അൻഷിന് വല്ലാതെ ദേഷ്യം വരുന്നു. അൻഷാണെങ്കിൽ നേഹയുടെ വയറ്റിലേക്ക് തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് കയറിപ്പോകുന്നതും. അകത്തു വന്ന ഉടനെ തന്നെ നേഹ നേരെ പോകുന്നത് കണ്ണാടിക്ക് മുന്നിലേക്കാണ്. എന്നിട്ട് സ്വന്തം വയറൊക്കെ നോക്കിയിട്ട് അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. അതിനുശേഷം അവളുടെ റൂമിലേക്ക് വരും. റൂമിലാണെങ്കിലോ ഒരുപാട് ടോയ്സ് വെച്ചിട്ടുണ്ട്. ആ ടോയ്സിനോടെല്ലാം അവൾ സംസാരിക്കുകയും മാത്രമല്ല അതിനെല്ലാം ഫുഡ് വാരി കൊടുക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നു. സത്യത്തിൽ നേഹ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം ഈ സീനിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അതേസമയം തന്നെ താഴെ അൻഷാണെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഒരു പെണ്ണിന്റെ രൂപം വരച്ചിട്ട് അതിന്റെ വയറ്റിലായിട്ട് ഒരു കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിന്റെ നിറം നല്ല കറുപ്പാണ്. എന്നാൽ അൻഷ് തന്റെ കൈവശമിരുന്ന ഒരു ക്രയോൺ ഉപയോഗിച്ച് ആ കുഞ്ഞിന്റെ ചിത്രം മാത്രം കുത്തി വരയ്ക്കും.
അവൻ കുത്തി വരയ്ക്കുന്ന സമയത്ത് നേഹയ്ക്കിതേ വയറുവേദന എടുക്കുന്നു. അവൾ വയറുവേദനിച്ച് ഒരുപാട് ഉറക്കി നിലവിളിക്കും. അപ്പോഴേക്കും അൻഷാണെങ്കിൽ ആ കുത്തി വരയ്ക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോഴേക്കും നേഹയുടെ വയറുവേദനയും നിൽക്കുകയാണ്. എന്നിട്ടവൾ മുകളിൽ തന്റെ റൂമിലേക്ക് പോകുന്നു. അതേസമയം വീണ്ടും അവൾക്ക് വയറുവേദന എടുക്കുവാനായും തുടങ്ങി. കാരണം താഴെ അൻഷ് ക്രയോൺ വെച്ച് ആ ഒരു കുഞ്ഞിന്റെ രൂപം മാത്രം കുത്തി വരച്ചുകൊണ്ടേയിരിക്കുന്നു. വയറുവേദന സഹിക്കാനാകാതെ അവൾ ബാത്റൂമിൽ ചെന്നിരിക്കുന്ന സമയത്ത് അവൾക്ക് അബോർഷൻ സംഭവിച്ചിരിക്കുന്നു. നേഹയുടെ കണ്ണൊക്കെ നിറയുകയാണ്. സത്യത്തിൽ അത് അവളുടെ ഒരു സ്വപ്നമായിരുന്നു. അവൾ ഉറക്കത്തിൽ നിന്നും ആ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയും ചെയ്യുന്നുണ്ട്. അന്നേ ദിവസം രാത്രിയായപ്പോൾ അൻഷിനെ അവന്റെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. കാറിലിരിക്കുന്ന സമയത്ത് അൻഷ് അവന്റെ അച്ഛനോട് ചോദിക്കും, അച്ഛാ, ഈ ചെറിയ പക്ഷികളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താ സാധാരണ കഴിക്കാറ്? അതിന് മറുപടിയായിട്ട് അച്ഛൻ പറയുന്നത് അത് ചെറിയ പുഴു, മണ്ണിര അതൊക്കെയാണെന്ന് അൻഷിനോട് അച്ഛൻ പറയും. അടുത്ത ദിവസം തന്നെ അൻഷാണെങ്കിലോ വീടിന് പുറത്തു വന്ന് മണ്ണ് കുഴിച്ചിട്ട് ഒരു മണ്ണിരയും എടുത്തുകൊണ്ട് പോവുകയാണ്. എവിടേക്കെന്നാൽ നേഹയുടെ വീടിന്റെ മച്ചിന് മുകളിൽ ഒരു പക്ഷിയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പക്ഷിക്ക് തീറ്റ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ 2 മുട്ടയും അൻഷിന് കിട്ടും. മുട്ട കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നത് നേഹ കാണുന്നു. അങ്ങനെയൊന്നും എടുക്കരുതേ, അത് നമ്മുടെ കൈകൊണ്ട് എടുക്കാൻ പാടില്ല. ഈ മുട്ട വിരിഞ്ഞ് പക്ഷിക്കുഞ്ഞുങ്ങൾ പുറത്തു വരില്ലേ, അപ്പോൾ നമുക്ക് പക്ഷിയെ കാണാമല്ലോ എന്ന് നേഹ പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്നും 2 മുട്ടയും വാങ്ങി ആ മച്ചിന് മുകളിലുള്ള കൂട്ടിലേക്ക് വെക്കുന്നു. അന്നേ ദിവസം രാത്രിയും അൻഷിനെ അവന്റെ അച്ഛനോടൊപ്പം സന്തോഷത്തോടു കൂടി യാത്രയാക്കുകയാണ് നേഹ. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് കഥ തുടങ്ങുമ്പോൾ കാണിച്ച ആ ഒരു സീനാണ്. നേഹ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുകയാണ്. അവൾക്ക് നല്ലൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. തന്റെ കുഞ്ഞിനെയും ഭാര്യയെയും കാണുവാനായിട്ട് നേഹയുടെ ഹസ്ബൻഡ് അകത്തേക്ക് കയറി വരും. എന്നിട്ട് അവരുടെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം നേഹയുടെ ഹസ്ബൻഡ് ആണെങ്കിലോ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അതേസമയം തന്നെ കുഞ്ഞിനെ നോക്കുവാനായിട്ട് നഴ്സ് അവിടേക്ക് വരും. അപ്പോഴാണ് കുഞ്ഞിന് ജീവനില്ല എന്നുള്ള കാര്യം നഴ്സ് അറിയുന്നതും. അത്രയും നേരം നല്ല ജീവനുള്ള കുഞ്ഞിനെയാണ് എടുത്ത് നേഹയുടെ കയ്യിൽ കൊടുത്തത്. ഇപ്പോൾ കുഞ്ഞിന് ജീവനില്ല എന്നറിഞ്ഞതും നഴ്സാണെങ്കിൽ വെപ്രാളപ്പെട്ട് പുറത്തേക്ക് വന്ന് ഡോക്ടേഴ്സിനെ ഒക്കെ വിളിക്കുന്നു. നേഹയുടെ ഹസ്ബൻഡ് വന്ന് നോക്കുന്ന സമയത്തും കുഞ്ഞിന് ജീവനില്ല. ആ ഒരു കാര്യം അറിയുന്നതും നേഹ ഉറക്കെ കരയും. പക്ഷേ കരയുന്നതോ കാക്കയുടെ ശബ്ദമായിരുന്നു. കാക്കയെ പോലെയാണ് അവൾ കരയുന്നതും. ഉടനെ തന്നെ അവളുടെ ഹസ്ബൻഡ് ആ കുഞ്ഞിന്റെ കാലിൽ തൂക്കി എടുത്തുകൊണ്ടുവന്ന് ബാത്റൂമിന് നേരെ ഇങ്ങനെ വെക്കും. കുഞ്ഞിനെ താഴെ ഇടും എന്നുള്ള മട്ടിലാണ് അവളുടെ ഹസ്ബൻഡ് നിൽക്കുന്നതും. അങ്ങനെ ചെയ്യരുതെന്ന് കാക്കയുടെ ശബ്ദത്തിലാണ് അവൾ കരയുന്നതും. അവളുടെ 2 കൈയും അവൾക്ക് പുറത്തെടുക്കുവാനായും പറ്റുന്നില്ല. അവൾ പുറത്തെടുക്കുവാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവസാനം അവൾ കൈ പുറത്തേക്കെടുക്കുന്നു. പക്ഷേ പുറത്തു വന്നതോ കാക്കയുടെ ചിറകായിരുന്നു. അത് കണ്ടതും അവളുടെ ഹസ്ബൻഡ് കുഞ്ഞിനെ താഴേക്ക് ആ ക്ലോസറ്റിലങ്ങിടും. സത്യത്തിൽ അത് അവളുടെ സ്വപ്നമായിരുന്നു. എന്നിട്ട് നേഹ നേരെ വരുന്നത് അവൾ മച്ചിൽ ഒരു പക്ഷിക്ക് തീറ്റ കൊടുക്കാറില്ലേ, സത്യത്തിൽ അത് കാക്കയായിരുന്നു. ആ കാക്കയുടെ 2 മുട്ടകളും നോക്കുവാൻ വേണ്ടിയിട്ടാണ് അവൾ വരുന്നതും. അപ്പോൾ കാണുന്ന കാഴ്ച 2 മുട്ടകളും തറയിൽ വീണ് പൊട്ടിയിരിക്കുകയാണ്. അത് കണ്ടതും നേഹയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായില്ല. അവൾ 2 മുട്ടകളും കയ്യിലെടുക്കുകയാണ്. മുട്ട കാണുന്നതും അവൾക്ക് അവളുടെ കുട്ടിക്കാലത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരും. എന്തെന്നാൽ കുട്ടിയായിരുന്ന സമയത്ത് നേഹ ഇതുപോലെ തന്നെ കാക്കയുടെ മുട്ട തറയിലിട്ട് പൊട്ടിച്ചിരുന്നു. ഇത് പതിവായിരുന്നു. നേഹ മിക്ക സമയത്തും മുട്ട ചെന്ന് തൊട്ടു നോക്കും. അങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് ഓരോ മുട്ടകളായിട്ട് താഴെ വീണ് പൊട്ടിപ്പോകുമായിരുന്നു. നേഹയുടെ വീട്ടിന് അടുത്തായിട്ട് തന്നെ കാക്ക കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയെല്ലാം പൊട്ടിപ്പോകുന്നത് കണ്ട് അമ്മ അവളെ ഒരുപാട് വഴക്ക് പറയും. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിനക്കും ഒരു നാൾ ഇതുപോലെ തന്നെ സംഭവിക്കും. നീയും ഒരു അമ്മയാകാനുള്ളതാ. നിനക്കൊരിക്കലും കുഞ്ഞും ജനിക്കത്തില്ല. കാക്കയുടെ മുട്ടകളെല്ലാം നീ എത്ര എണ്ണമാ പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നത്. അതിന്റെ വേദന എന്താണെന്ന് നിനക്കൊരു സമയത്ത് മനസ്സിലാകുമെന്നും അമ്മ അവളെ ശപിക്കുന്നു. അതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ടാണ് അവൾ ആ കാക്കയുടെ മുട്ടയെല്ലാം കയ്യിലെടുത്ത് അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നതും. അതുപോലെ തന്നെയാണ് അവൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേഹ ആ കാക്കയുടെ മുട്ടയെല്ലാം കയ്യിലെടുത്തിട്ട് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ മാകെ വൃത്തിയാക്കുന്നു. അവളുടെ മനസ്സിലെ ടെൻഷൻ എന്തെന്നാൽ തന്റെ അമ്മ അവളെ ശപിച്ചില്ലേ, ആ ശാപമെല്ലാം തനിക്ക് ഏൽക്കുമോ? അതുപോലെയാണോ തന്റെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നത്? കാക്കയുടെ ശാപം തനിക്ക് കിട്ടുമോ എന്ന പേടിയിലാണ് അവൾ ഓരോ നിമിഷവും ജീവിക്കുന്നത് പോലും. ഇപ്പോൾ മുട്ട കൂടി പൊട്ടിയത് കണ്ടതും അവളുടെ സകല കൺട്രോളും പോയി. അതേ സമയം തന്നെയായിരുന്നു അൻഷു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നതും. വീട്ടിൽ വന്ന് അവിടെ മാകെ നേഹയെ അന്വേഷിക്കുന്നു. നേഹ പാവകളെയൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന റൂമില്ലേ, അവിടെയൊക്കെ പോയി നോക്കും. അതിനുശേഷം മറ്റൊരു റൂമിലേക്ക് വരുന്ന സമയത്ത് അവൻ കാണുന്ന കാഴ്ച ഒരു ഭ്രാന്തിയെ പോലെ, ഒരു സൈക്കോയെ പോലെ ഇരുന്ന് നേഹയാണെങ്കിൽ എന്തിനെയോ ഭക്ഷിക്കുന്നു. അതിൽ നിന്നും ഒരുപാട് രക്തമൊക്കെ വരുന്നുണ്ട്. അവളുടെ ദേഹവും മുഖവും ഒക്കെ ഒരുപാട് രക്തം പറ്റിയിരുന്നു. അവൾ എന്തിനെയോ രസിച്ച് ഭക്ഷിക്കുകയാണ്. അവളുടെ വായിലൂടെ രക്തവും ഒക്കെ ഒഴുകുന്നുണ്ട്.
അതെല്ലാം കണ്ട് പേടിച്ച് അൻഷാണെങ്കിൽ പതിയെ കതക് ചാരുന്നു. അൻഷ് തന്നെ കണ്ടു എന്ന് നേഹയ്ക്ക് മനസ്സിലായി. നേഹ പതിയെ പതിയെ അൻഷിനടുത്തേക്ക് പോകുവാനായി ശ്രമിക്കുന്ന സമയമായിരുന്നു കണ്ണാടിയിലൂടെ അവളുടെ രൂപം കാണുന്നത്. ആ ഒരു രൂപം എന്തെന്നാൽ ഒരു കാക്കയും മനുഷ്യനും ചേർന്നൊരു രൂപം. മാത്രവുമല്ല, ആ മനുഷ്യ രൂപത്തിലുള്ള കാക്കയുടെ വായിലായിട്ട് ഒരു മനുഷ്യ കുഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞിനെയാണ് ആ ഒരു കാക്കയുടെ രൂപം ചവയ്ക്കുന്നതും. അതെല്ലാം നോക്കി നിൽക്കുകയാണ് നേഹ. നേഹ തന്നെയാണ് ആ ഒരു കണ്ണാടിയിൽ കാണുന്നതും. നേഹയ്ക്ക് തന്നെ അങ്ങനെ കണ്ടതും അത് സഹിക്കാനായില്ല. പെട്ടെന്ന് തന്നെ തന്റെ മുഖവും ദേഹവും ഒക്കെ അവൾ അള്ളി കീറുവാനായി തുടങ്ങി. എന്നിട്ട് ആ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് ആ ഒരു കാക്കയുടെ രൂപമാണെങ്കിൽ തന്റെ ചിറകെല്ലാം വലിച്ചു ദൂരെ എറിയുകയാണ്. എന്നാൽ നേഹയാണെങ്കിലോ ചിറകാണെന്ന് പറഞ്ഞ് നുള്ളി എറിയുന്നത് തന്റെ കയ്യിലെ മാംസമൊക്കെ. അതേസമയം അൻഷാണെങ്കിൽ റൂമിന് പുറത്തിരിക്കുകയാണ്. നേഹയുടെ ഹസ്ബൻഡും ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അതേസമയമായിരുന്നു അൻഷിന്റെ അച്ഛൻ വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. നേഹയെ അന്വേഷിച്ച് അവളുടെ ഹസ്ബൻഡ് മുകളിലേക്ക് വരും. അപ്പോൾ അയാൾ കാണുന്ന കാഴ്ച മുഴുവൻ രക്തത്തിൽ കുളിച്ച് ഒരു പാവയെ എടുത്ത് കയ്യിൽ വെച്ച് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന നേഹയാണ്. നേഹയ്ക്ക് അബോഷനായിരിക്കുകയാണ്. നേഹ ഇരിക്കുന്നിടമെല്ലാം ഒരുപാട് രക്തത്തിന് മുകളിലായിട്ടാണ് അവൾ ഇരിക്കുന്നതും. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, അബോഷനായ അതേ കുഞ്ഞിനെ ആയിരിക്കാം ചിലപ്പോൾ അവൾ ഭക്ഷിച്ചിട്ടുണ്ടാവുക. അതെന്താണെന്ന് കാണിക്കുന്നതേയില്ല. അതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നേഹയുടെ ഭർത്താവും. എന്നാൽ കാറിൽ പോകുന്ന സമയത്ത് അൻഷു തന്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഇനി എന്തായാലും അവർ മറ്റൊരാളെ സ്നേഹിക്കത്തില്ലല്ലോ, എന്നെ മാത്രമല്ലേ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ കിടന്നുറങ്ങുന്നു. നേഹയുടെ കുഞ്ഞ് മരണപ്പെട്ടു പോയ കാര്യം അൻഷിന് മനസ്സിലായി. സത്യത്തിൽ ഈ നേഹയ്ക്ക് വയറുവേദന വന്ന സമയത്ത് അൻഷു ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിരുന്നു. ആ വെള്ളത്തിൽ എന്തെങ്കിലും അവൻ കൊടുത്തോ എന്ന് തന്നെ അറിയാൻ വയ്യ. ഇനി അവൻ കാരണമാണോ കുഞ്ഞ് മരിച്ചു പോയതെന്നും കാണിക്കുന്നതേയില്ല. അതോടുകൂടി ഇന്നത്തെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.